വീണ്ടും കൊലിക്കും അങ്ങനത്തെ ഡയലോഗ് സിനിമയ്ക്കകത്തുണ്ട്, ട്രെയിലറിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്നെ ഇതിലേക്കുള്ള എക്സൈറ്റ്മെന്റ് കുറയ്ക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. ഈ സിനിമയുടെ ട്രെയിലറാണോ ടീസറാണോ അത് വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങ് പോയി കിട്ടി. ഇതെന്ന് പറയും ഇതിന്റെ ടെക്നിക്കൽ വളരെ പൂർ ടെക്നിക്കൽ ക്വാളിറ്റിയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. നമസ്കാരം. സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്ത തൊട്ട് ഞാൻ പേഴ്സണലി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ ഹൊറർ ജോണറിലുള്ള സിനിമകൾ നമ്മുടെ മലയാള സിനിമയിൽ വളരെ കുറവാണ്. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള ബ്രഹ്മയുഗമാണ് അവസാനമായിട്ട് ഒരു ഹൊറർ ജോണറിലുള്ള സിനിമ മലയാളത്തിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ആ ഒരു ജോണറിൽ പിന്നെ വേറെ സിനിമ വന്നിട്ടില്ല. അത് വളരെ കുറവാണ് റിലീസ് ചെയ്യുന്നതും. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു കഥ നമ്മൾ പിന്നെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് ഒരു വിഷ്വലൈസ് ചെയ്ത് കാണുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ട്രെയിലറാണോ ടീസറാണോ അത് വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങ് പോയി കിട്ടി. അതിന് കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ട്രെയിലറിനകത്ത് കാണിച്ചിരുന്ന കോമഡി എലമെന്റ്സ് ആണ്. അത് എന്നെ വളരെയധികം ബാക്കിലോട്ട് വലിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ഇതിനകത്ത് കോമഡി കാണിക്കുന്നത്. അപ്പോ ഞാൻ ഈ സുമതി വളവ് എന്ന് പറയുന്ന കഥ കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ് എന്നെ ഈ സിനിമ കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ട്രെയിലർ എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. അതിനകത്തെ കോമഡി കാര്യങ്ങൾ, പിന്നെ അതിനകത്ത് ട്രെയിലറിനകത്ത് തന്നെ ഡയലോഗ് ഉണ്ട്, മരിച്ചുപോയ സുമതിയെ വീണ്ടും വിളിച്ചെടുത്തി വീണ്ടും കൊലിക്കും അങ്ങനത്തെ ഡയലോഗ് സിനിമയ്ക്കകത്തുണ്ട്, ട്രെയിലറിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്നെ ഇതിലേക്കുള്ള എക്സൈറ്റ്മെന്റ് കുറയ്ക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അതൊക്കെ. പക്ഷേ ഈ സിനിമ ഞാൻ കണ്ടു. റൈറ്റർ അഭിലാഷ് പിള്ളയുടെ കരിയർ ബെസ്റ്റ് റൈറ്റിംഗ് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ള സിനിമയാണ് മാളികപ്പുറത്തിനപ്പുറത്തേക്ക് അഭിലാഷ് പിള്ളയ്ക്ക് ഒന്നും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ സിനിമയ്ക്കകത്തൊരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എന്താണോ എനിക്ക് തോന്നിയത് അത് തന്നെയാണ് സിനിമ. അതായത് സുമതി വളവ് എന്ന് പറയുന്ന പേരിട്ടിട്ട് ഇതിന്റെ കഥ എന്ന് പറയുന്നത് സുമതി വളവിനെ ചുറ്റിപ്പറ്റിയല്ല പോകുന്നത്. സുമതി വളവ് ഉണ്ട്, പക്ഷെ അതൊരു സബ് പ്ലോട്ടാണ്. ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് പ്രണയമാണ്. അർജുന അശോകനും മാളവികയും തമ്മിലുള്ള പ്രണയം, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. അതിന് പിന്നെ സബ് പ്ലോട്ടായിട്ട് സുമതി വളവ് അതിന്റെ എലമെന്റ്സ് വരുന്നു മാത്രം. സുമതി വളവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഈ സിനിമയ്ക്കകത്ത് മറ്റേ ചുരുളി സിനിമയ്ക്കകത്ത് അഭിനയിച്ച മറ്റേ അവരുണ്ടല്ലോ വൈദ്യര്, മറ്റേ ചെമ്പൻ വേദന നടുവേന ശരിയാക്കുന്ന ആ വൈദ്യര്, അവരിതിനകത്ത് ഉണ്ട്. അപ്പൊ അവര് ഒരു സീനിനകത്ത് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് എന്താണ് സുമതി വളവും അതിന്റെ കഥ എന്താണെന്നുള്ളത്. അത്രയും മാത്രമേ ഇതിനകത്ത് സുമതി വളവിനുള്ള പ്രാധാന്യമുള്ളൂ. ബാക്കിയെല്ലാം ഈ വളവിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ദുരൂഹതകളും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് ഈ സിനിമ പോകുന്നത്. അപ്പോ ഇതെന്ന് പറയും ഇതിന്റെ ടെക്നിക്കൽ വളരെ പൂർ ടെക്നിക്കൽ ക്വാളിറ്റിയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. വളരെ പൂർ. ഇതിനകത്ത് VFX ഒക്കെ ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ഈ പറയുന്ന പന്നിയുടെ VFX ഒക്കെ ഉണ്ട്. പന്നിയുടെ VFX എന്ന് പറയുന്നത് ഈ ക്ലോസപ്പ് കാണുന്ന സമയത്ത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ലോങ് ഷോട്ടിൽ ഇങ്ങനെ പന്നി ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്തൊക്കെ അതൊക്കെ വളരെ വളരെ പിന്നെ മോശം VFX ആയിരുന്നു. അതുപോലെ ഇതിനകത്ത് പിന്നെ ജീപ്പ് കത്തുന്ന സീനുണ്ട്. ജീപ്പ് കത്തുന്നതൊക്കെ അത് ഫയർ ഒക്കെ കൈൻ മാസ്റ്റർ ചെയ്ത പോലത്തെ സാധനം, അങ്ങനത്തെ VFX ആണ് എന്താ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇതല്ല ശരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന സിനിമ എന്ന് പറയുന്നത് സുമതി വളവ് എന്ന് പറയുമ്പോൾ അതെന്താണ് ആ സുമതിക്ക് സംഭവിച്ചതും അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും സിനിമ പോകുന്നത് എന്ന പിന്നെ അതായിരിക്കും മെയിൻ ആയിട്ടുള്ള പ്ലോട്ട് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊരു സപ്ലോട്ടായിട്ട് മാറി. സിനിമ തുടങ്ങുന്നത് തന്നെ 1961 അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ തന്നെ നമുക്കൊരു ഇതൊരു ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന നായകനായിട്ടുള്ള അർജുൻ അശോകൻ, പിന്നെ അവരുടെ ഈ പറയുന്ന ചുറ്റുപാടുകള്, ഇങ്ങനെ പോകുന്ന കഥ. പ്രത്യേകിച്ച് യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ല, ഒരു ഹൈ മൊമെന്റ്സും ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ ഇന്റർവെൽ എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് എന്തൊക്കെ പേടിപ്പിച്ച് ഇങ്ങനെ കൊണ്ട് എന്തോ സംഭവം വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ കൊണ്ട് നിർത്തിയത്. പക്ഷെ ഒരു കാര്യമില്ല. ഇന്റർവെലിനകത്തൊക്കെ ആ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ബീജമൊക്കെ നല്ല രീതിയിൽ തന്നെ ബീജം അടിച്ചു കയറ്റി വിട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ഇങ്ങനെ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലൊരു സംഭവമായിരുന്നു ഈ സിനിമയ്ക്കകത്ത് പേഴ്സണലി എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ക്രിഞ്ച് പ്രേമം എന്ന് വെച്ചാൽ
ഒരു 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 തരത്തിലും അങ്ങോട്ട് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രിഞ്ച് നിറഞ്ഞ പ്രേമങ്ങൾ. അപ്പൊ അതൊന്നും ഇത് ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഒരു രീതിയിലും സിനിമയ്ക്കകത്ത് ഇമോഷണൽ കണക്ഷൻ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ ഈ സിനിമ കണ്ടുവരുന്ന സമയത്ത് വളരെയധികം അരോചകമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്, സിനിമയ്ക്കകത്ത് 3-4 പാട്ടുകളുണ്ട്. ആദ്യം തന്നെ ഈ പറയുന്ന മധു ബാലകൃഷ്ണൻ പാടിയിട്ടുള്ള പാട്ട്, അതൊക്കെ എന്തിനു വേണ്ടി, അതിൻ്റെ പിന്നെ ഉത്സവപ്പറൻ പോലുള്ള പാട്ട്, അതിനുള്ള ഡാൻസ്, ഇതിനകത്ത് കുറെ എന്തിനു വേണ്ടിയിട്ടാണ് പാട്ടുകൾ എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഒന്നും മനസ്സിലാവുന്നില്ല. പാട്ടുകളുടെ ഒരു ആവശ്യമില്ല ഈ സിനിമയ്ക്കകത്ത്. ഉത്സവമാണ് അവിടെ പാട്ട്, പിന്നെ കല്യാണ മണ്ഡപമാണ് അവിടെ പാട്ട്, പിന്നെ ഒന്നും പറയണ്ട. പാട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 പാട്ടുകളുണ്ട്, ഒരു ആവശ്യമില്ലാത്ത കുറെ പാട്ടുകൾ. ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ പാട്ടുകൾ ഡിസർവ് ചെയ്യുന്നുമില്ല. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച് വരുന്ന സുമതി വളം ഇങ്ങനത്തെ സുമതി വളം ആയിരുന്നില്ലല്ലോ. ഞാൻ പേഴ്സണലി ഇങ്ങനെ ഒരു സുമതി വളം അല്ല പ്രതീക്ഷിച്ചത്. അപ്പോ അവിടെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങ് പോയി കിട്ടി. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് ഇറങ്ങി ഓടാൻ തോന്നി, അല്ലെങ്കിൽ അത്രയ്ക്ക് മോശമായിരുന്നു ഒന്നും ഞാൻ പറയത്തില്ല. കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ ഒരു ഹൊറർ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലിംഗ് എലമെന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഈ സിനിമയ്ക്കകത്തുനിന്ന് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല. ഡയറക്ടർ വിഷ്ണു ശശിശങ്കർ ആണ് ഒരുപാട് ഫാർ ബെറ്റർ ആക്കാമായിരുന്നു ഇതിന്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ ഗോകുലം ഗോപാലാണ് പ്രൊഡക്ഷൻ. ഗോകുലം ഗോപാലനായിട്ട് കൂടി ഇതിന്റെ ഈ പറഞ്ഞ VFXന്റെ ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, പന്നിയുടെ സീനും അതുപോലെ മറ്റേ ജീപ്പ് കത്തുന്ന സീനൊക്കെ തന്നെ വളരെ വളരെ മോശമായിരുന്നു അതിന്റെ VFX വർക്കുകൾ. അർജുൻ അശോകൻ ഒട്ടും കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഒരുപക്ഷെ ഈ പറയുന്ന ക്രിഞ്ച് പ്രണയമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ പിന്നെ സൈജു കുറുപ്പ് ഉണ്ട്, ഇതിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സൈജു കുറുപ്പൊക്കെ ചുമ്മാ ഇങ്ങനെ അവിടെ വന്ന് ഇങ്ങനെ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല. ശ്രാവൺ മുകേഷ് ഉണ്ട്, അതുപോലെ ബോബി കുര്യൻ ഉണ്ട്. ബോബി കുര്യനൊക്കെ തന്നെ എപ്പോഴത്തെയും പോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരം ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ മാളവിക മനോജ്, അതുപോലെ ശിവതയുണ്ട്. ശിവതയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് അഭിനയം ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ, നിങ്ങൾ ആലോചിക്കുക, സിദ്ധാർത്ഥ ഭരതനൊക്കെ എമ്മാതിരി റേഞ്ചുള്ള ആക്ടറാണ് അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ സിദ്ധാർത്ഥ ഭരതനും ഈ പറയുന്ന അർജുൻ അശോകനും അവർ രണ്ടുപേരും ബ്രഹ്മയുഗത്തിന് ശേഷം അഭിനയിക്കുന്ന അടുത്ത ഹൊറർ സിനിമയാണ് രണ്ടുപേരും ഒരുമിച്ച്. അപ്പൊ ബ്രഹ്മയുഗത്തിലൊക്കെ അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ രണ്ടാളുകളാണ് അതിനകത്ത്. ക്യാരക്ടേഴ്സ് ഞാൻ കമ്പയർ ചെയ്യുമല്ല. സിദ്ധാർത്ഥ ഭരതനൊക്കെ കോമഡി കാണിക്കുന്നതൊക്കെ വളരെ അത് കോമഡിയാണോ അതോ ആളുകൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറെ പേർക്ക് ഇതിന് ചിരിക്കുന്നുണ്ടായിരുന്നു. വളരെ അനാവശ്യമായിട്ട് ഡയലോഗ് പറയുക, എന്നിട്ട് പിന്നെ പ്രത്യേകതര എക്സ്പ്രഷൻ, ഇതൊക്കെയാണ് സിദ്ധാർത്ഥ ഭരതനെ കാണിച്ചു വെച്ചേക്കുന്നത്. അത് പിന്നെ പുള്ളിയെ പറഞ്ഞ കാര്യം, പുള്ളിയെ കൊടുത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ, സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ ആയിരിക്കും. എന്തായാലും അഭിലാഷ് പിള്ളയുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ മോശം റൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് റൈറ്റിംഗ് ആയിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നത് മാളികപ്പുറം എന്നുള്ള സിനിമ തന്നെയാണ്. അതിന് മുകളിലേക്ക് അദ്ദേഹത്തിന് ഇതിനകത്ത് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്ന അദ്ദേഹത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അഭിനയത്തിലും അദ്ദേഹത്തിന് ഒരു മെച്ചവും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. രഞ്ജിൻ രാജാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത്. സിനിമയ്ക്കകത്ത് അത്ര ഒരു എലിവേഷൻ ഒന്നും മ്യൂസിക്കിലൂടെ ഒന്നും ഈ പറയുന്ന വ്യക്തി ഉണ്ടാക്കിയിട്ടില്ല. വളരെ വളരെ ലോ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന മ്യൂസിക്കുകളെല്ലാം തന്നെ. അത് ഈ പറയുന്ന ഈ ഹൊറർ ആയിട്ടുള്ള എലമെന്റ്സ് വരുമ്പോൾ പോലും തന്നെ അദ്ദേഹത്തിന് ആ ഒരു സംഭവത്തെ അതിങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും ഈ പറയുന്ന മ്യൂസിക് കൊണ്ട് സീനുകൾ എലിവേറ്റ് ചെയ്യാനായിട്ടൊന്നും ഇതിന് സാധിച്ചിട്ടില്ല. അതുപോലെ ശങ്കർ PV ആണ് സിനിമാറ്റോഗ്രാഫി. വലിയ ഒരു മെച്ചമുള്ളതായിട്ടൊന്നും സിനിമാറ്റോഗ്രാഫിക്ക് അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഒരു ഹൊറർ സിനിമ കാണാൻ പോയി വളരെ നിരാശയായിരുന്നു. നിരാശയെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്കകത്ത് പിന്നെ ഈ പറയുന്ന പ്രേമം കൊണ്ട് നമ്മളെ ഇങ്ങനെ ഒന്ന് വെറുപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോയതല്ല. പക്ഷേ സുമതി വളവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പേരിട്ടിട്ടുണ്ട്. സുമതി വളവും അതിന്റെ കഥയും എല്ലാം തന്നെ ഒരു സപ്ലോട്ട് ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ബാക്കി ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ.